ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. വേഗാവട്ടെ. അമ്മ എടുത്ത് വിഴുങ്ങോട്ടെ. എന്താ 2 മുട്ട കഴിക്കാനാണ് പാടെടുത്ത് കഴിഞ്ഞ്. എന്തുവാടെ ഇവിടെ പ്രശ്നം? എന്റെ പൊന്നെ, പുഴുങ്ങിയ 2 മുട്ട കൊടുത്തിട്ട് അതുപോലെ അമ്മൂമ്മക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം ഞാൻ കഴിക്കാന്ന് പറഞ്ഞല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞ് മറ്റേത് കഴിച്ചാൽ മതി എന്ന് ഞാനും പറഞ്ഞായിരുന്നല്ലോ. അമ്മൂമ്മക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്ക്, ബാക്കി ഞാൻ കഴിച്ചോളാം. അയ്യടാ മനസ്സ് കണ്ടല്ലോ. ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ് കേട്ടോ, ആളുണ്ട്. ഒരു ബുക്കടും ഇല്ല. അത് അമ്മൂമ്മ കഴിക്കും. കഴിച്ച അമ്മൂമ്മ. അതെന്നെ കഴിച്ച അമ്മൂമ്മ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ എല്ലാവരോടും ചുറ്റും കൂടി നിൽക്കുന്നത്? ഞാൻ കഴിച്ചോളാം. ഞാൻ എന്തോ അന്ത്യശ്വാസം വലിക്കാൻ കിടക്കുവാന്നോ? മര്യാദയ്ക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തും. കഴിക്ക്. അതാണ് എൻ്റെ ഭവാനിക്കുട്ടി. കഴിക്കേട്ടാ, എന്നിട്ട് ഇതും കഴിക്കണേ. ഇപ്പോരാ ഇനി എന്തോ എനിക്ക് വേണോന്ന് പറഞ്ഞിട്ട് തന്നില്ല അല്ലേ? ഇത് ഞാൻ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കും. മക്കളെ പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. കളിക്കല്ല. ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞേ, പറഞ്ഞു കൊടുക്കും. പാറു മോളെ, അമ്മൂമ്മ 2 മുട്ട പുഴുങ്ങി തരാം. 2 മുട്ട വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും. പാപമമ്മയല്ലേ, ഇപ്രാവശ്യം വിട്ടേക്ക്. നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ പറഞ്ഞു കൊടുക്കാം. വരണടേ തൊട്ടിക്കാത്ത 2 കഴിച്ചു. 2 മുട്ട മൊത്തം കഴിച്ചാ? ഞാൻ കഴിച്ചു. കഴിച്ചാ ശിവ? പിന്നെ ഒറ്റരിപ്പിലല്ലേ കഴിച്ചേർത്തേ. ഈ 2 മുട്ട കഴിക്കാൻ എത്ര സമയം വേണല്ലേ ചേച്ചി? അത് തന്നെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ചേച്ചി ഇങ്ങനെ ഇടക്കിടക്ക് ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തേ അമ്മൂമ്മ കഴിച്ച് ഇപ്പൊ അമ്മൂമ്മക്ക് ഫുഡിനോട് ഉള്ള വെറുപ്പങ്ങ് മാറി. ഇപ്പൊ നല്ല വിശപ്പുണ്ട്. അതെങ്ങനെയാ? ഭക്ഷണം കഴിക്കാതിരുന്ന ഭക്ഷണത്തിനോടുള്ള വെറുപ്പ് കൂടും. അതുകൊണ്ട് മോളെ ഈ പാലും കൂടി അങ്ങ് കുടിച്ചേ. ഇത് എത്രയോ? മൊത്തം കുടിക്കണം. ഇത്രയൊന്നും കുടിക്കാൻ പറ്റത്തില്ല എനിക്ക്. കുടിച്ചാ മോമ്മ? കുറേശ്ശെ വേണമെങ്കിൽ കുടിക്കാം. ഇത് മൊത്തം കുടിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറി അറിയാലോ. കുടിക്കാൻ കുടിക്ക്. ഇത് കഴിയുമ്പോ അടുത്ത ഗ്ലാസ് പാല് കൊണ്ടുവരാം. ഇനിയുണ്ടോ? 2 ഗ്ലാസ് കുടിക്കണം. அம்மா இப்படியே சாப்பிட்டா உங்களுக்கு சீக்கிரம் ரத்தம் வரும். അമ്മോ കുടിയോടെ സിപ്പി കുടി. മക്കളെ കുറേശ്ശെ കുടിക്കാൻ മോനെ. മതി, കുറേശ്ശെ കുടിച്ചാൽ മതി. പക്ഷെ അത് മൊത്തം കുടിക്കണം. എന്തോ എല്ലാരും വട്ടം കൂടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നേ? എല്ലാരും ഒന്ന് പോയേ. എനിക്ക് നിങ്ങൾ എല്ലാരും ഇങ്ങനെ നോക്കി നാണം വരും. പാല് കുടിക്കാതിരിക്കുള്ളടവല്ലേ? ഒരടവും അല്ല. ഞാൻ ഇതൊന്ന് കുടിച്ചോട്ടെ, നിങ്ങളൊന്ന് പോവോ? കുടിക്ക് കേശേ, പോയേ. അല്ല, അവൻ വേണമെങ്കിൽ ഇവിടെ വന്നോട്ടെ. അതെന്തിനാ? എന്നാ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാം. കുടിക്ക്. ഇല്ല പോക്കോ. ശിവ പോ. ആന്റി പോയേ. പാറു പോയേ. കല്ലുമോള് പോ. മൊത്തം കുടിക്കണേ. ഞാൻ അടുത്ത ഗ്ലാസും കൊണ്ടുവരാം. പാല് മൊത്തം കുടിച്ചാ? മൊത്തം കുടിച്ചു. ശരിക്കും കുടിച്ചാ? ശരിക്കും കുടിച്ചു. നോക്ക്. ഗുഡ് ഗേൾ. ശരിക്കും കുടിച്ചു? കുടിച്ചു. എനിക്കത്ര വിശ്വാസം പോരാ. ആരാ കള്ളത്തരം ചെയ്യാൻ പഠിപ്പിച്ചേ?
മക്കളെ മട്ടായിരുന്നു, മട്ട അങ്ങോട്ട് ഒഴിച്ചതാ. ഐഡിയ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ അത് വൃത്തിക്ക് ചെയ്യണം. ഇത് കണ്ട അവിടെ മൊത്തം പാല്. അമ്മൂമ്മ ഇതേ വർക്കൗട്ടായില്ല. പാലെന്തിനാ കളഞ്ഞേ? ഓടരുത് ഓടരുതെന്ന് പറഞ്ഞപ്പോ ഓടുന്ന എങ്ങോട്ടാ ഓടണേ? അവിടെ ഇരി. നൈസായിട്ടേ പാലാ ജനൽ വഴി അങ്ങ് കളഞ്ഞേക്കുന്നു. ശിവ, അടുക്കളയിൽ ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ടോ. കൊണ്ടുവരാമേ. അവിടെ ഇരി മക്കളെ. മര്യാദയ്ക്ക് ആ പാലങ്ങ് കുടിച്ചാ പോരായിരുന്നാ? കളഞ്ഞെന്ന് വെച്ചാ മൊത്തം കളഞ്ഞ. ആ അതെ, ഇതാടെ പോയി നോക്ക്. പാലിനൊക്കെ എന്തിനാ വില എന്നറിയോ? 28 രൂപ കവറിന്. ശിവ എന്നാ പിടിച്ചോ ചൂട് പാല്. ഭവാനി മോള് കുടിക്കേ. ഒറ്റയടി കുടിച്ചോ. മര്യാദയ്ക്ക് കുടിച്ച മൊത്തം. ഇനി ഞാൻ കുടിച്ചാ ചത്തുപോവും. അത് കുഴപ്പമില്ല, അപ്പൂപ്പനെ ഞങ്ങൾ നോക്കിക്കോളാം. കുടിക്കാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.